വെച്ചു ഒരു സർപ്രൈസ് ഉണ്ട്. ബർത്ത്ഡേ അല്ലേ? എത്രാമത്തെ ബർത്ത്ഡേ ലച്ചുൻ്റെ? അപ്പോൾ 10 സർപ്രൈസ് ഉണ്ട്. പക്ഷെ സർപ്രൈസ് പെട്ടെന്നൊന്നും കിട്ടൂല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എന്ന് വെച്ചാൽ കുറച്ച് ക്ലൂസ് ഞങ്ങൾ തരും. 10ാമത്തെ ബർത്ത്ഡേക്ക് 10 ഗിഫ്റ്റ്. അതാണ് അത്. പക്ഷേ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഞങ്ങൾ തരും. ആ ക്ലൂ കൊണ്ടുപോയിട്ട് ആ ഗിഫ്റ്റ് എടുക്കുന്ന ഇടത്തിൽ അടുത്ത ഗിഫ്റ്റ് കിട്ടാനുള്ള ക്ലൂ ഉണ്ടാവും. ഓക്കെ? ഗിഫ്റ്റ് എടുക്കുമ്പോൾ ക്ലൂ എടുക്കണം, എന്നാലേ അടുത്ത ഗിഫ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? റെഡി അല്ലേ? ഓക്കെ, എന്നാൽ ഫസ്റ്റ് ക്ലൂ തരാൻ പോവാണേ. ടാബൊക്കെ അവിടെ വെച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഇതാണ് ഫസ്റ്റ് ക്ലൂ. നോക്ക്. നമ്മൾ എന്തു പറയുന്നോ അത് തിരിച്ചു പറയുന്ന ചങ്ങാതി. അങ്ങനെ ഒരു ചങ്ങാതി നമ്മളെ വീട്ടിലുണ്ട്. അറിയോ? അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും, നോക്ക്. കിട്ടിയോ? അപ്പോൾ ഫസ്റ്റത്തെ ഗിഫ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത ഗിഫ്റ്റിലേക്ക് പോകാനുള്ള ക്ലൂ എന്താണാവോ? ദേശീയ പുഷ്പം താമര. എവിടെയാ താമര ഉള്ളത്? വീട്ടിലുണ്ടോ നമ്മളെ? എവിടെ? കിട്ടിയോ? കിട്ടിയോ? എന്താ? മിന്നുന്ന നക്ഷത്രങ്ങൾ എവിടെയാണോ അതിനരികിൽ. എവിടെയാ മിന്നുന്ന നക്ഷത്രം? നല്ല പോ, ഞാനെത്തിയില്ല. കിട്ടിയോ? കിട്ടിയോ? ഗിഫ്റ്റ് ആദ്യം എടുക്കുക, എന്നിട്ട് അടുത്ത കിട്ടി. അടുത്ത ക്ലൂ എന്താ? പോയാലും വന്നാലും കൂകു ഒച്ച ഉണ്ടാക്കും. എന്താ? ഇൻവേർട്ടറോ? അവിടെ ഒരു ക്ലൂ കിട്ടിയോ? അടുത്ത ക്ലൂ എന്താ? എന്നെ തുറന്നാൽ ഫ്രൂട്ട്സ് കാണാം. എനിക്ക് തണുപ്പില്ല. എന്താ? എന്താ? അടുത്ത ക്ലൂ എന്താ? വെക്കേഷൻ ഒരുപാട് നേരം ഇരുന്നത് ഇവിടെയാണ്. എവിടെയാ? എവിടെയാ? എടാ കൂടെ ആരുണ്ടായിരുന്നു? എന്താണല്ലേ ലാസ്റ്റ്? ക്ലൂ. പുറത്തിറങ്ങാൻ കാലിൽ ഞാൻ വേണം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിനരികിൽ. പുറത്തിറങ്ങാൻ ഞാൻ വേണം. കാലിലെന്താ? ചെരുപ്പ്. കിട്ടിയോ? ദാഹം മാറാൻ ഞാൻ
കഴിഞ്ഞു. എന്തൊരു തണുപ്പാണ് ഇവിടെ മനസ്സിലായി. എന്താ? ഫ്രിഡ്ജ്. ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി മഞ്ഞ നിറമുള്ള തൊപ്പിക്കാരൻ. ആരാ? എല്ലാം പറയും. ലാസ്റ്റ് ഗിഫ്റ്റായി. അപ്പം എത്ര ഗിഫ്റ്റായി? എന്നെ നോക്കിയേ. 1 2 3 4 5 6 7 8 9 10. എനിക്കപ്പോ 10 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പൊളിച്ചു നോക്കി ഇതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയുന്നവരെ എനിക്ക് സമാധാനമില്ല. വെച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു സർപ്രൈസ്? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്ന് സെലക്ട് ചെയ്യാം. സന്തോഷമായോ? ഓ, അപ്പം ഇതിൽ എന്തൊക്കെയാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ലച്ചുവിന്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഏതാ ലച്ചുവിന് ഏറ്റവും ഫസ്റ്റ് ഏതാ പൊളിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഇത് കൊടുക്കാം. ഏറ്റവും അടിയത്തതാ? ഏറ്റവും വലിയ ഏറ്റവും വലുത് തന്നെയല്ലേ ആദ്യം പൊളിക്കുന്നത്? എന്താ ഇഷ്ടായോ? എന്താ സാധനം? ഞാൻ അമ്മേനോട് കുറേ പറഞ്ഞു നിമിഷം ഓർഡർ ചെയ്തേ. ആ. ഇത് കാണിച്ചേ. ഇഷ്ടായി. ഇതിപ്പോ പൊളിച്ചു നോക്കാൻ പറ്റുമോ? ഓ, നല്ല ഭംഗിയുണ്ട്. ക്യൂട്ടാണ്. താങ്ക് യു. അപ്പോൾ എന്താ സാധനം? അത് ഇതിന് പേരില്ല. പക്ഷെ അങ്ങനെ കുറേ പറഞ്ഞു വാങ്ങിത്തരാം. പ്രൊജക്റ്റ് പിന്നെ സമയത്ത് അക്കൗണ്ട് സ്കൂളിലൊക്കെ എന്തെങ്കിലും എഴുതി കൊണ്ടാകുന്ന തോന്നിയാൽ സ്കൂളിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. അടുത്തത് ഇത് എടുക്കാം. ഓക്കെ. എന്തായിരിക്കും? അറിയില്ല. അല്ല അല്ല ഒരു ഗസ് ചെയ്യാൻ പറ്റും ഗസ് എന്താണ്? ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും അത്? കണ്ടിട്ട് എന്തായിരിക്കും? അറിയില്ല. അറിയില്ല. എന്നാ ഓക്കേ. ഓപ്പൺ ചെയ്യ്. അതൊക്കെ ഉണ്ട്. Thank you. അതെന്താന്നല്ലേ ഇത് ക്യാമറയിലേക്ക് കാണിക്കുക എന്താന്നുള്ളത്. കാണിച്ചു. Kawaii stickers. പുറത്തേക്ക് കാണിക്കാത്തില്ല. സ്റ്റിക്കേഴ്സ് എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിരുന്നു. സൂപ്പർ സൂപ്പർ. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാന് ഇതുപോലത്തെ നമ്മനോട് വാങ്ങി തരണമെന്ന് കുറേ പറഞ്ഞ സാധനം തന്നെയാ. താങ്ക് യു ഫോർ മമ്മ ആൻഡ് പപ്പ. നെക്സ്റ്റ് എടുക്കട്ടെ. ഇതാ അങ്ങോട്ട് വെച്ചു. നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് ഇതെന്താന്ന് എനിക്ക് അറിയാൻ. മാലയാ. പതുക്കെ 2 layer മാലയത്. 3 ലെയർ. Thank you so much. Thank you. ഒന്ന് പൊളിച്ചിട്ട് കാണിക്കാനുള്ള സമയമില്ല, അപ്പോഴത്തേക്ക് അടുത്ത പൊളിക്കാനുള്ള മൈൻഡാ. മാല ഇതിലേക്ക് കാണിച്ചത്. ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ്? ഇല്ല, എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. My God. ഇതിലേക്ക് കാണിച്ചത്. ഇത് ഇവിടെ വെച്ച് കാണിക്കുന്നത് എന്താ സാധനം തന്നെ? പേപ്പർ കട്ട് ചെയ്ത് Paper ഷേപ്പിൽ cut കട്ട് ചെയ്യുന്ന ചെയ്യുന്ന സാധനം. ഈ മേലെ കാണുന്ന ചിത്രത്തിന്റെ ഷേപ്പിൽ പേപ്പർ കട്ടാക്കാം. ഇതില് cut ചെയ്യാൻ പറ്റും. പേപ്പർ കട്ട് പേപ്പർ കട്ടാവുള്ളൂ.
അതിലോട്ടാവില്ല പേപ്പർ. പേപ്പർ ലവ് ഷേപ്പ്. വന്നോ? ഇറ്റ്സ് സോ ക്യൂട്ട്. നമുക്ക് ബട്ടർഫ്ലൈ കട്ട് ചെയ്യാം. എവിടെ? ഇതാ ബട്ടർഫ്ലൈ. എവിടെ വെച്ച സോ ബട്ടർ? ക്യൂട്ട്. ഭയങ്കര ഇഷ്ടായിട്ടോ. ആണോ? വെരി വെരി ക്യൂട്ട്. ഇല്ല ഇതിലെ ഈ കൂട്ടത്തിൽ ഏറ്റവും I love this. ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു. എന്താ അത്? മറ്റേ ക്രാഫ്റ്റ് ചെയ്യുന്ന ജേണൽ ചെയ്യുന്ന സെറ്റ്. അതില് കുഞ്ഞു കുഞ്ഞു പേഴ്സ് ഉണ്ട്, വാഷിംഗ് ടേപ്സ് ഉണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെയുണ്ട്. ഇവിടെ അവിടെ വെച്ച് കാണിച്ചേ. കാണുന്നു. സ്റ്റിക്കേഴ്സ്, വാഷിംഗ് ടാപ്പ്, ഇതുപോലെ ഒരു ക്യൂട്ട് ബുക്ക് ഉണ്ട്. പിന്നെ ഇത് ലിസ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് സെറ്റ് ഉണ്ട്. ഇതൊക്കെ ജേണൽ ചെയ്യുന്ന നല്ല അടിപൊളി സാധനമാണ്. ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇത് കണ്ടോ? ഇതൊക്കെ എന്തൊരു ക്യൂട്ടാണ്. നമുക്ക് I love this so much. Thank you. കണ്ടോ? എനിക്കിഷ്ടായി. ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ തരും. കുറേ നാളായി പറയുന്നു. ഞാനിത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചതാ. ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇഷ്ടമായോ അത്? ഓ, ഇനി ഞാൻ എപ്പോഴും ജേണലൊക്കെ ചെയ്യും. അടുത്തത് അടുത്തത് വെക്കാം. ഇതാണ് കളർഫുൾ. ഗസ് ചെയ്യാൻ പറ്റുമോ എന്താന്നല്ലേ? പട്ടവനെ ഇല്ല, എന്തോ വയറൊക്കെ ഉണ്ടല്ലോ. വയറോ? കമ്പനി അതില് My God, shape scissors. അതിലൊന്നുകൂടെ ഉണ്ട്. അത് പാക്ക് ചെയ്യുന്ന സമയത്ത്, ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ട്, മേലെ ആയിപ്പോയത്. Wow. Shape cutter. പേപ്പർ തന്നെ കട്ട് ചെയ്യേണ്ടി വെച്ചു. നേരത്തെ എടുത്ത പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അതാ പേപ്പർ. അതാ ബാക്കിലതാ. കട്ട് ചെയ്ത് നോക്കാവേ. കണ്ടോ guys? It's perfectly സിസേഴ്സാ. scissors. ഇതോ പല പല ഷേപ്പ് ഉണ്ട്. രണ്ട് ഷേപ്പ് ഞാൻ ഇപ്പൊ എടുത്ത്. ഇതിലൊന്നും ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടാലേ മനസ്സിലാവും. അത് പാക്ക് ചെയ്യുമ്പോൾ മേലെ ആയിപ്പോയതോ? ഇനിയിപ്പം നമുക്ക് അടുത്ത നമുക്ക് ഞാൻ എന്താണ് അറിയാൻ ഞാൻ ഇതെടുക്കാം. എല്ലാവരും മനസ്സിലായോ? മനസ്സിലായി. ബാഗ് ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. പക്ഷേ ഇത് അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതല്ലേ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. സൈഡിലേക്ക് ഒന്ന് ഇതിലേക്ക് കാണിച്ച ക്യാമറയിലേക്ക്. നേരെ ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇനി കുഞ്ഞ് സ്പേസ് ഉണ്ട്. അടയ്ക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. I love this all items. അടുത്ത നോക്കാം. പൊട്ടിക്കാൻ പോകുന്നു. ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. Thank you. ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്നു.
ഡിജിറ്റൽ ബാങ്കിലാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അന്ന് കാണിച്ച വീഡിയോയിൽ എന്തായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ല. ഇഷ്ടായി. അടുത്ത പറ്റില്ലേ അടിക്കുക. നീ രണ്ടെണ്ണം കൂടിയല്ലേ അതിൽ ആരംഭിക്കുന്നേ? അറിയോ? അതിഷ്ടായോ? ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫൈനൽ എന്തായിരിക്കും പറയാനുള്ള ആകാംക്ഷയോടെ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടല്ലേ. കുറച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കുടുങ്ങുന്നൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ പൊളിക്കണ എന്തെങ്കിലും വേണം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കിയോ, അവിടെ പൊളിക്കാൻ പറ്റുമോ? ഇത് ഓപ്പൺ ആണ്. നമ്മൾ വൃത്തിയൊന്നും നോക്കണ്ട, വിളിച്ചു നോക്കണം. എന്തായിരിക്കും? ആ പെട്ടി അങ്ങോട്ട് മാറ്റി, അത് മാത്രം. എന്താ അത്? അപ്പോൾ 10 ഗിഫ്റ്റ്, 10ാമത്തെ പിറന്നാളിന് 10 ഗിഫ്റ്റ് കിട്ടി അല്ലേ? സർപ്രൈസ് ആയോ? സന്തോഷമായോ? എത്ര സന്തോഷമായി. ഈ ഭൂമിനെ ഈ ആകാശത്തിനൊക്കെ ഇതിൽ ലക്ഷ്യം ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റ് ഏതാ? അങ്ങനെ ഏറ്റവും ഫസ്റ്റ് അല്ല, ഫസ്റ്റ് ഒരു 3 എണ്ണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 ഗിഫ്റ്റ് ഏതാ? അതിൽ 5 ആക്കാൻ പറ്റില്ല, 3 എണ്ണം മൊത്തം ഇഷ്ടമായിട്ടുണ്ട്. അതിലൊരു 3 എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെലക്ട്? ഫസ്റ്റ് അതാ, ഫസ്റ്റ് വേണ്ടത്. സെക്കൻഡ് ഏത്? രണ്ടെണ്ണം. 2 എണ്ണം ഇല്ലേ? അങ്ങനെ പറ്റൂല, സെക്കൻഡ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ആ ഇത് സെക്കൻഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ സ്റ്റിക്കർ അങ്ങനെ 3 എണ്ണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ ലച്ചു ഹാപ്പി ബർത്ത്ഡേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.